രാജ്യത്തെ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. ഷാരിമ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷാരിമ, പഴയങ്ങാടി മേഖലയെ പൊതുപണിമുടക്ക് എങ്ങനെയാണ് ബാധിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണേന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴിൽ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുന്നത്. കർഷക തൊഴിലാളി സംഘടനകളും അങ്ങനെ തുടങ്ങി സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലായാലും പഴയങ്ങാടി മേഖലയിലായാലും ഈ പണിമുടക്ക് പൂർണ്ണം അല്ലെങ്കിൽ ആ രീതിയിൽ അതായത് കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും നിരത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമാണ്. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പഴയങ്ങാടിയിലെ സാഹചര്യം എന്ന് പറയുന്നത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ ആരുമില്ല, യാത്രക്കാരൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ മുൻപ് കാണാറുള്ള ഒരു ഹർത്താൽ പ്രതീതി തന്നെയാണ് നിലവിൽ ഈ പഴയങ്ങാടി മേഖലയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നിരത്തിൽ ബസ്സുകളൊന്നും ഇറങ്ങിയിട്ടില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ മാത്രമാണ് നിലവിൽ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സംയുക്ത ട്രേഡ് യൂണിയൻ ആയതുകൊണ്ട് തന്നെ എല്ലാ തൊഴിൽ മേഖലയിലെ ആളുകളും പണിമുടക്കിന്റെ ഭാഗമാവുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളായിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ റാലികളും അതുപോലെ തന്നെ യോഗങ്ങളും ഒക്കെ തന്നെ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. ചെറുകുന്ന് തറയിലും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ നേതാക്കന്മാര് ആണ് ഈ കണ്ണപുരം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചെറുകുന്ന് തറയിൽ പ്രകടനം നടത്തിയത്. വലിയ റാലിയുമായിട്ടാണ്, വലിയ ഒരു ബഹുജന റാലി എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്ന രീതിയിൽ ഒരുപാട് തൊഴിലാളികൾ അണിനിരക്കുന്ന ഒരു റാലിയായിരുന്നു ചെറുകുന്ന് തറയിൽ ഇപ്പൊ അല്പസമയം മുൻപ് സമാപിച്ചത്. അതോടൊപ്പം തന്നെ പൊതുയോഗവും തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആ രീതിയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ അണിചേർന്നുകൊണ്ടുള്ള വിവിധ പ്രകടനങ്ങളും റാലികളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പണിമുടക്കിലൂടെ നമ്മൾ ഏറെ കാലമായി ഇങ്ങനൊരു പണിമുടക്ക് നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. കുറെ കാലമായി ഹർത്താലുകളും പണിമുടക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ബസ് പണിമുടക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇങ്ങനെ ഒരു ദേശീയ പണിമുടക്ക് വരുന്നത്. അതിനാൽ തന്നെ എല്ലാവരും അതിനൊരു ഏറ്റെടുക്കുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എല്ലാ തൊഴിലാളികളും തന്നെ അണിചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു പണിമുടക്ക് തന്നെയാണ് ഇന്നത്തേതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് പഴയങ്ങാടിയെ കുറിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സുഹൈബ് അനുസ്മരണ പരിപാടി ഇന്ന് പഴയങ്ങാടിയിൽ വൈകിട്ട് നടക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വൈകുന്നേരം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. വലിയ രീതിയിലുള്ള റാലിയും അതുപോലെ അനുസ്മരണ യോഗവുമാണ് നടക്കാനിരിക്കുന്നത്. ഏതായാലും പണിമുടക്കും ഇത്തരത്തിലുള്ള യോഗവും അനുസ്മരണ യോഗവും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വൈകുന്നേരം മാത്രമാണ് നോക്കിക്കാണാനാവുക. നിലവിൽ പണിമുടക്ക് പുരോഗമിക്കുന്നുണ്ട്. പഴയങ്ങാടി മേഖലയിൽ ചെറുകുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലത്തെല്ലാം തന്നെ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൃഷ്ണേന്ദു.